ഇവിടെ ചെയ്യുന്നത് ഒരു മീൻ കറിയാണ്. നമ്മുടെ ചട്ടിയെടുത്ത് നമ്മൾ സാധാരണ മീൻ കറി വയ്ക്കാനായിട്ട് ഒരു ചട്ടി നീക്കി വയ്ക്കും. ആ ചട്ടിയെടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് മീൻ പുരട്ടി വയ്ക്കും. ഒരു 5 മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ്. മീൻ കറിക്ക് പിലൂപ്പിയ എന്ന് പറയുന്ന ഒരു മീനാണ്. അതായത് ഇപ്പോൾ ട്രോളിങ്ങുള്ള സമയമാണ്. അപ്പോൾ നല്ല മീനൊന്നും കിട്ടില്ല, വളർത്തു മീനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മീൻ വെച്ചിട്ടുള്ള മാങ്ങയിട്ട തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു നാടൻ തൃശ്ശൂർ മീൻ കറി, തൃശ്ശൂർക്കാരുടെ ഒരു സ്ഥിരം തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങയിട്ട മീൻ കറിയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. സാധാരണ വാളയൊക്കെയാണ് വയ്ക്കാറ്. ഇപ്പോൾ ട്രോളിങ് സമയമായി കാരണം നമുക്ക് കിട്ടിയ മീനിൽ നമ്മൾ തൃപ്തിപ്പെടുന്നു. അപ്പോൾ ആ മീൻ കറിയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഞാനിവിടെ ആദ്യം ചേർക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ നല്ലോണം മീനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു എൻ്റെ ഈ ചെറിയ സ്പൂൺ വെച്ചിട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ നല്ലോണം മുളക് പൊടി ഇടണം. ഇപ്പോൾ ചേർക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ചേർക്കും. അതുപോലെ തന്നെ 1 സ്പൂണോളം കഷ്ടി മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഉപ്പും, ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ശരിയാവില്ല, കൈ കൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാണ്. മതി. ഇനി മീനിൻ്റെ വെള്ളം വരുമ്പോൾ അത് ശരിയാവും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ, അതിനകത്ത് ചെറുതായിട്ട് വെള്ളമുണ്ട്, വെള്ളം നീക്കി ഞാൻ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനിലെ ചെറിയ വെള്ളത്തിൽ ഇത് ഞാൻ പുരട്ടി വയ്ക്കും. എന്നിട്ടാണ് പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് കറിയാക്കുള്ളൂ. ഇതിലേക്ക് ഈ ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും കൂടി നന്നായിട്ട് പുരട്ടി വയ്ക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് മാങ്ങയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് 3-ാം പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുക. മീൻ പുരട്ടി വെച്ച മീനാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും പച്ചമുളക്, പച്ചയല്ല ചുമന്ന മുളക്, അതായത് പച്ചമുളകിൻ്റെ തന്നെ പഴുത്തതാണ് കേട്ടോ, ഇഞ്ചി, കറിവേപ്പില, മാങ്ങ, ഇത്രയും സാധനങ്ങൾ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ മിക്സിയിലടിച്ചിട്ട് 3 പാലാണ് എടുത്തിരിക്കുന്നത്. തെൻപാൽ, ആദ്യത്തെ പാല്, 2-ാം പാല്, 3-ാം പാല്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചുമന്നുള്ളിയും കൂടിയും ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ചുമന്നുള്ളി ലാസ്റ്റ് ഉള്ളി കാച്ചിയിട്ട് ചേർക്കുമ്പോഴേ ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നും നാളെയും എനിക്ക് ഈ മീൻകറി ഉപയോഗിക്കാൻ സാധിക്കും, കേട് വരാതെ ഇരുന്നുള്ളൂ. ഇപ്പോൾ ചുമന്നുള്ളി ഞാൻ ചേർക്കണില്ല. കാച്ചണ സമയത്ത് കൂടുതൽ ചുമന്നുള്ളി ചേർത്തിട്ട് കാച്ചി എടുക്കുകയാണ് ചെയ്യുക. അത് അവസാനമാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിലേക്ക് നമ്മുടെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പിന്നെ മാങ്ങ, ഇത്രയും ചേർത്ത് അവസാനത്തെ പാൽ, അതായത് 3-ാം പാൽ ഒഴിച്ചിട്ട് മീൻ ഇളക്കി, ഒന്ന് ചെറുതായി ഇളക്കി യോജിപ്പിച്ച്, കാര്യമായിട്ട് ഇളക്കില്ല, ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച്, മീനിൽ നേരത്തെ നമ്മൾ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, യോജിപ്പിച്ച് ഇനി ഗ്യാസ് കത്തിച്ച് ഇതിലേക്ക് മീൻ വേവിക്കാനായിട്ട് വയ്ക്കും. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് കത്തിച്ച് മീൻ വേവിക്കാനായിട്ട് വയ്ക്കും. ഈ മീൻ വെന്ത് തിളച്ച്
ഒന്ന് പാകമാകുമ്പോൾ രണ്ടാം പാലാണ് ഇനി നമ്മൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് തെൻപാൽ ഒഴിക്കുള്ളൂ. തെൻപാൽ ഒഴിച്ച് ഉള്ളി കാച്ചിയെടുക്കും. അപ്പം നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതിലുള്ള മാങ്ങ കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളത് ചെറുതാക്കിയിട്ട് മാങ്ങ കഷ്ണങ്ങളും മീനൊക്കെ ഒന്ന് വേവിച്ച് ആ വെള്ളം വറ്റിയതിന് ശേഷം വേണം ഇനി രണ്ടാം പാൽ ഒഴിക്കാനായിട്ട്. മാങ്ങയും മീനൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് ഒന്നും കൂടിയും അത് തിളച്ച് വരാനായിട്ട് വയ്ക്കും. രണ്ടാം പാൽ ഒഴിച്ച് മീൻ ശരിയായി കഴിഞ്ഞതിന് ശേഷം, മീൻ തിളച്ച് അതിൻ്റെ വേവ് പാകമായതിന് ശേഷം നമുക്കിനി ഇത് ഉള്ളി മൂപ്പിച്ച് അവസാനത്തെ പണി ചെയ്യണം. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും വെളിച്ചെണ്ണയും. അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചൂട് വേഗമാവും. ഉള്ളി മൂത്ത് വരുന്നതേ ഉള്ളൂ. നന്നായി മുരിഞ്ഞതിന് ശേഷം വേണം നമുക്കത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിട്ട് കറിവേപ്പില ഇട്ട് മീൻ കറിയിലേക്ക് ഇടാൻ സാധിക്കുള്ളൂ. ഉള്ളി മൂത്ത് ഇപ്പോൾ പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് ഇനി ആ ചട്ടിയിൽ ചെറുതായിട്ട് നമ്മുടെ എണ്ണയുണ്ടാവും. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് ചൂടാക്കി അതും കൂടി ഞാൻ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് മീൻകറി പാകമായിപ്പോൾ ഓഫാക്കിയിട്ടുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ ഈ കാച്ചിയത് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ തെൻപാൽ, അതായത് ആദ്യത്തെ പാലാണ് തെൻപാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ തെൻപാൽ ഒഴിച്ച് മീൻകറി, തെൻപാൽ മുഴുവൻ ഒഴിച്ച് മീൻകറി ഒന്ന് ചുറ്റിച്ച് ഒന്നും കൂടിയും ചൂടാക്കി വയ്ക്കും. അതായത് തള ജസ്റ്റ് വരുന്ന വരെ ഇതൊന്ന് ചൂടാക്കി വയ്ക്കും. എന്നിട്ട് കയ്യിൽ കൊണ്ട് ഇളക്കില്ല. ഞാൻ ഇത് ചട്ടി എടുത്തിട്ടാണ് ഇളക്കാറുള്ളത്. ഒന്ന് തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ജസ്റ്റ് തള വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് ഓഫാക്കാറുള്ളത്. നന്നായി തിളപ്പിക്കില്ല. തെൻപാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി തിളപ്പിക്കില്ല. ചെറുതായി തള വരുന്നവരെ വെയിറ്റ് ചെയ്ത് ചൂടോടെ അത് ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കും.
ഇനി നമുക്കത് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം.